മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചാമ്പ്യൻസ് ലീഗിലെ പ്രീ ക്വാർട്ടർ ഡ്രോ ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ നോക്കൌട്ടിൽ ആരൊക്കെയാണ് കളിക്കുന്നത്, ഏതൊക്കെ ടീമുകൾക്കാണ് ഫൈനലിൽ എത്താനുള്ള ഒരു സാധ്യത, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ ഒരു ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലാവും. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടോപ്പ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആർസനലും PSVയുമായിട്ടാണ് ഒരു കിടിലം മത്സരം പ്രീ ക്വാർട്ടറിൽ നടക്കാൻ പോകുന്നത്. ആർസനലിന്റെ ഇഞ്ചുറിയെ കുറിച്ചും ഫോമിനെ കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ പലപ്പോഴും ക്വാർട്ടർ അല്ലെങ്കിൽ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആർസനൽ വളരെ മോശം പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാറുണ്ട്. PSVക്കെതിരെ ആർസനൽ ജയിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിന് താഴെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമുണ്ട്. റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ലലീഗയിലെ രണ്ട് വമ്പന്മാർ ഏറ്റുമുട്ടാൻ പോകുന്നു. സിമിയോണിയുടെ ടീമിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ റയലിന്റെ കയ്യിൽ ഫയർ പവർ ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. PSG വേഴ്സസ് ലിവർപൂളുമായിട്ടാണ് കളി. PSG കുറെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ഈ സീസണിൽ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ PSG ഇപ്പോഴും താഴോട്ട് തന്നെയാണ്. സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ സീസണിൽ തന്നെ UCL നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റിയാൽ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും ഈസി ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ PSG തോൽപ്പിച്ചുകൊണ്ട് ലിവർപൂള് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവസാനമായിട്ട് ക്ലബ് ബ്രൂഗെ വേഴ്സസ് ആസ്റ്റൺ വില്ല. എന്തായാലും ആസ്റ്റൺ വില്ലക്കാണ് ഞാൻ ചെറിയൊരു എഡ്ജ് കൊടുക്കുന്നത്. ക്ലബ് ബ്രൂഗെ മോശമൊന്നല്ല, കമ്പാരിറ്റീവ്ലി അവരെ തോൽപ്പിക്കാനുള്ള ഫയർ പവർ ഇപ്പൊ ആസ്റ്റൺ വില്ലക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ആസ്റ്റൺ വില്ല വേഴ്സസ് ലിവർപൂളും അതുകൂടാതെ റയൽ മാഡ്രിഡ് വേഴ്സസ് ആർസനലുമായിരിക്കും കളിക്കാൻ പോകുന്നത്. ആർസനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായിട്ടുള്ള ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം തന്നെ ആയിരിക്കും. കാരണം റയലിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സിറ്റിക്കെതിരെയുള്ള മത്സരം നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് എംബാപ്പയുടെ ഫോം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ആർസനൽ ക്വാർട്ടർ ഫൈനലിൽ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അടുത്ത മത്സരത്തിൽ ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ലിവർപൂളിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സ്ലോട്ടും ടീമും ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ റയലും ലിവർപൂളും തമ്മിലുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവാം. അവിടെ ബെൻഫിക്കയും ബാഴ്സലോണയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബെൻഫിക്കയെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ബാഴ്സയുടെ റീസെന്റ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിക്കിനും ടീമിനും അവരെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ ക്വാർട്ടർ ഫൈനലിലേക്ക് ബാഴ്സലോണ എത്തും. ഡോർമുണ്ടും ലിലും തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഡോർമുണ്ടിന് അവരെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോഴത്തെ പെർഫോമൻസും ഫോമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോർമുണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ബയൺ മ്യൂണിച്ച് വേഴ്സസ് ലെവർകൂസൻ നല്ലൊരു മത്സരമായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബയനെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ടീമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. അതുകൊണ്ട് ഈ മാച്ച് രണ്ട് ജർമ്മൻ ജയന്റ് തമ്മിൽ വളരെ നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും. അപ്പൊ കോമ്പനിക്കും ടീമിനും പ്രൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പൊസിഷനാണിത്. ഈ മത്സരം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമ്പനിയുടെ ഫ്യൂച്ചർ വലിയ നിലയിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് ബയൺ മുമ്പോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ചെറിയ എഡ്ജോടെ ബയൺ ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയേക്കാം. അപ്പോൾ ഇന്റർ മിലാൻ വേഴ്സസ് ഫെനൂദ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടാണ് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്റർ മിലാൻ നല്ല ഫോമിലാണ്. അവരുടെ ക്വാളിറ്റി പ്ലേയേഴ്സ് ആയാലും കോച്ചിന്റെ കാര്യം നോക്കിയാലും ഫെനൂദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ബയൺ മ്യൂണിച്ച് വേഴ്സസ് ഇന്റർ മിലാൻ ക്വാർട്ടർ ഫൈനൽ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ബാഴ്സലോണ വേഴ്സസ് ഡോർമുണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരവും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ബാഴ്സക്ക് ഡോർമുണ്ടിനെ പരാജയപ്പെടുത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ സൂചിപ്പിക്കുന്നത്. കാരണം ഫ്ലിക്കിന് മുമ്പും ജർമ്മൻ ലീഗിൽ പരിചയമുണ്ട്. ഡോർമുണ്ടിനെ എങ്ങനെ പിടിച്ചു കെട്ടണമെന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ആ ഒരു അഡ്വാൻറ്റേജ് ഫ്ലിക്ക് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ
ബാഴ്സലോണ സെമി ഫൈനലിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ബയൺ മ്യൂണിച്ച് വേഴ്സസ് ഇന്റർ മിലാൻ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്റർ മിലാൻ ആണ് ചെറിയൊരു എഡ്ജ് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞ കുറെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ബയണിന് പ്രശ്നമുണ്ട്. ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ട് പോലും ഗോൾ സ്കോർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ 2-3 കാര്യങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ററിന്റെ സ്കോഡും അവരുടെ പ്ലേയിങ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എഡ്ജ് ഇന്ററിനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ ഒരു സെമി ഫൈനലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെ ടീമുകൾ ഫൈനലിലേക്ക് എത്തുന്നുള്ളത് ഒരു ടൈറ്റ് ആയിട്ടുള്ള കോളാണ്. ലിവർപൂളും റയൽ മാഡ്രിഡും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ടീമാണ്. പക്ഷേ UCL എക്സ്പീരിയൻസ് നമ്മൾ കണക്കിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റയലിന് ചെറിയൊരു എഡ്ജ് ഉണ്ട്. കാരണം കാർലോ അൻസലോട്ടി ഒരുപാട് പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിയിട്ടുള്ള ഒരു മാനേജറാണ്. മുമ്പത്തെ എക്സ്പീരിയൻസും പ്ലേയേഴ്സിന്റെ ഒരു എബിലിറ്റിയും ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള നോക്കൌട്ട് മത്സരത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ഏർജ് റയൽ മാഡ്രിഡിനുണ്ട്. പക്ഷേ ലിവർപൂളിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 5% ചാൻസോടെ റയൽ ഫൈനലിലേക്ക് എത്തുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ. അഗെയിൻ ബാഴ്സലോണ സെമി ഫൈനലിൽ എങ്ങനത്തെ പെർഫോമൻസ് പുറത്തെടുക്കുന്നത് നമുക്ക് പറയാനാവില്ല. കാരണം ഇപ്പൊ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഒരു സ്റ്റിങ്ങർ ആയിട്ടുള്ള പെർഫോമൻസ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്റർ മിലാൻ ആ ബാരിക്കേഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫൈനലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ഇന്റർ മിലാൻ ഫൈനലാണ് വരാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചാൻസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ അറിയിക്കുക. ഫൈനൽ ആര് ജയിക്കുന്ന നിങ്ങൾ എന്നെ ഡിസൈഡ് ചെയ്യുക. ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്കറിയാം റയലിന്റെ എക്സ്പീരിയൻസ് വലിയൊരു ഘടകം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഏതൊക്കെ ടീമുകൾ ഫൈനലിൽ എത്തുന്നു, ഏതൊക്കെ ടീമിനാണ് ചാൻസ് എന്നും താഴെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.